ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പുതിയതായിട്ട് എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്നിട്ടും ഫാമിലിയിൽ വന്നവരും മുഴുവനൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഞാൻ എന്തുമാത്രം ഈ ചൂടത്ത്, ഇന്നലെ 44 ഡിഗ്രി ആയിരുന്നു പാലക്കാട്. എന്നിട്ട് ഞാൻ ഓരോരോ സ്ഥലത്ത് പോയിട്ട് വേലയും പൂരം ആയിട്ടായാലും ഓരോന്ന് കാണിക്കുമ്പോൾ ആരും ഇല്ല, വ്യൂ ഒന്നുമില്ലേ. കൂടിയാൽ ഒരു 300 വ്യൂ അങ്ങനെയൊക്കെ വരണേ. എന്തൊരു കഷ്ടമല്ലേ. അപ്പം എനിക്കാണെങ്കിൽ വേറൊരു തരത്തിലുള്ള വീഡിയോസ് ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യണതല്ലല്ലോ ഞാൻ ചെയ്യണത്. അപ്പം ഇന്ന് ചെറിയ പെരുന്നാളാണ്. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാലും ഭക്ഷണം കിട്ടും കേട്ടോ. എവിടുന്ന് അടുത്ത വീട്ടിൽ നിന്നൊക്കെ വരും. അപ്പോൾ ഞാൻ ഇന്ന് പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ അവൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന് നോക്കട്ടെ പോയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ വീഡിയോസ് ഒന്ന് കാണിക്കാം, ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും കാണുന്നവർ ഉണ്ടെങ്കിൽ കാണാൻ നേരമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ. അപ്പോൾ ശരി എന്നാ കാണാം. അയ്യോ, യാക്കരപ്പുഴ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ എടുക്കണമായിരുന്നു എന്ന്. അപ്പോൾ ഇത് കൽപ്പാത്തിപ്പുഴ എല്ലാം പറയണത് തന്നെയാണ് കേട്ടോ, ഓരോ സ്ഥലത്തുമ്പോൾ. അപ്പോൾ അതാ കണ്ടു, ആ കറുപ്പ് കളറിൽ ഇതെല്ലാം കാണുന്നത് എന്തറിയോ, ഇരുമ്പ് കമ്പനിയിലത്തെ വേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ പാടമാണ്. അപ്പോൾ ഇതെല്ലാം നിരത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ചിക്കോട് ഇരുമ്പ് കമ്പനികളുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ ഫ്ലാഗ് എന്ന് പറയുന്ന സാധനമില്ലേ, അതെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നിടും. അപ്പോൾ അതൊരു ഈ പെരത്തറയെല്ലാം മീൻസ് വീടിൻ്റെ തറയെല്ലാം കെട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുമല്ലോ, ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിടാൻ പറഞ്ഞിരിക്കുക. ഇവിടെയൊക്കെ ഇതാ പാലന ഹോസ്പിറ്റലാണ്, നല്ല വലിയ ഹോസ്പിറ്റലാട്ടോ. അപ്പോൾ പോണ വഴിയാണേ നമ്മളുടെ അതാ കാണുന്നു ലുലു. ഇപ്പോൾ പാലക്കാട് പുതിയതായി തുടങ്ങിയിട്ടില്ലേ ലുലു സെൻറ്റർ, അത് ലുലു മാൾ, അതാണത്. ഇന്നിപ്പോൾ പെരുന്നാളായത് കാരണമാണ് കേട്ടോ, അല്ലെങ്കിൽ ഈ പുറത്തേക്കൊക്കെയാണ് ആൾക്കാർ ഈ പാർക്കിംഗ് ചെയ്തിട്ടുണ്ടാവുക. ഇതാ നമ്മൾ എത്തുമ്പോഴേക്ക് പണികളൊക്കെ ഏകദേശമൊക്കെ ആയിരക്കണമുള്ളേ. ഇത് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട് പായസത്തിലേക്ക്. ഇതാ ബിരിയാണിക്കുള്ള മുളകും ഉള്ളിയും എല്ലാം ഇതാ ആവണുണ്ട്. ഇപ്പുറത്ത് പായസം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊന്നുമില്ല കേട്ടോ, ഗരം മസാലയും ഉള്ളിയും മുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിലേക്ക്, ബിരിയാണിയിലേക്ക്. അത് പാത്രം തികയില്ല തോന്നുന്നുണ്ട്, കാരണം അരിയൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതായത് സേമിയ പായസം ആവുന്നുണ്ട്. ഇനി ഫ്രൂട്ട് സാലഡും ഉണ്ട് എന്ന് പറഞ്ഞു നോക്കട്ടേട്ടാ. അപ്പോൾ അവൾ ഡ്രസ്സൊന്നും മാറിയില്ല, അപ്പോൾ എടുക്കണ്ട പറയാനി. ഇത് തക്കാളി എല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ബിരിയാണിയിലേക്കുള്ളതാണ് കേട്ടോ. ഇത് പാലക്കാടൻ സ്റ്റൈൽ ബിരിയാണിയാണ്. ഇവിടെ വന്നതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ഇങ്ങനത്തെ ബിരിയാണി കണ്ടിരിക്കുന്നത്. ഇത് റാവുത്തർ ബിരിയാണി എന്നെല്ലാം പറയും. ഇവിടെയെല്ലാം കല്യാണങ്ങൾക്ക് ഇതാണ് അധികം ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാവുക. എല്ലാ മസാലകളും എല്ലാം കൂടിയിട്ട്. തലശ്ശേരി ബിരിയാണി മാതിരിയല്ല, വേറെ അല്ല. ഇതിവിടെ ഇതാ മൈലാഞ്ചി ഇടലാണ്. നല്ല പെട്ടെന്നല്ലേ, രാത്രി അല്ലേ പെരുന്നാളാണ് പറഞ്ഞേ, അപ്പോൾ സ്റ്റൈലിലിടുകയാണ് ഇപ്പോൾ ഇരുന്നിട്ട്. അത് പുതിയ ജനറേഷൻ കേട്ടോ. പഴയ ജനറേഷൻ പിന്നെ മൈലാഞ്ചി അരച്ചിട്ട് രാത്രി തന്നെ താഴത്ത് പോയി മൈലാഞ്ചിയൊക്കെ കൊണ്ടുവന്ന് അരച്ചിട്ട് ഇട്ടിട്ടുണ്ട് ആള്. എന്ത് രസാലേ, ചുവന്ന കളറായിരിക്കണം. ഇങ്ങനെ കോഴിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ഇത് കായച്ചാറ് എന്ന് പറയില്ലേ, നമ്മളുടെയൊക്കെ സാമ്പാറിന് പകരം ഒരു എല്ലാ വെജിറ്റബിളും ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ബിരിയാണിയുടെ കൂടെ. പാലക്കാടെല്ലാം ഒരു കായച്ചാറ് എന്ന് പറഞ്ഞിട്ട്. ബാക്കി എല്ലാവിടെയും ഉണ്ടാവില്ലേ. ഞാനൊക്കെ ഇവിടെ ടൗണിൽ വന്നതിന് ശേഷം ഇതൊക്കെ കാണുന്നത്. ഞങ്ങളുടെ അവിടെ ഒന്നും ഇതൊന്നും ഇല്ല. ഞങ്ങൾ താമസിക്കുന്ന അവിടെ ഒന്നും അങ്ങനെ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല. ഞാൻ ഒന്നാമത് ബിരിയാണീനെ കണ്ടിട്ടില്ല കേട്ടോ, നേരെ അങ്ങനെ കിടക്കുന്ന കാര്യം. ഇപ്പോഴല്ലേ ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചതും കൂടി ഇട്ടിട്ടുണ്ട്, മല്ലിയുടെ ഇലയും കൂടിയിട്ട്. പിന്നെ മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. അധികം എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ചൂടല്ലേ, ചൂടത്തിന് മുളക് പൊടിയും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പാചകം കാണിക്കാനല്ല, എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്ന് കാണിക്കാൻ വെച്ചെന്ന് മാത്രം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കളറിന് വേണ്ടിയിട്ടേ. അപ്പോൾ ഇവിടെയാണ് ഇതെല്ലാം. അപ്പോൾ തലശ്ശേരിയൊക്കെ നമ്മൾ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറയണത് ഒരു വ്യത്യാസം ഉണ്ടാവും ഇല്ലേ, മസാല വേറെ റൈസ് വേറെ അങ്ങനെയല്ലേ തരിക. അപ്പോൾ ഇതാ തക്കാളി ഇട്ടു, കുറച്ച് തൈര് ഒക്കെ ഇട്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നാലല്ലേ നമുക്ക് ചിക്കൻ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്പോഴേക്ക് അരി ഒന്ന് കഴുകിയിട്ട് ഒരു 15 മിനിറ്റോളം നമ്മൾ ഒന്ന് ഇതാക്കി വെക്കണമല്ലോ. അപ്പോഴേക്ക് ഇതൊരു 3/4 ഭാഗം വേവാകുമ്പോൾ നമ്മൾ അരിയും കൂടി ഇട്ടാൽ മതി. അരി വേഗമാവും, ജീരക റൈസ് അല്ലേ, അപ്പോൾ വേഗം ആവുമല്ലോ. ഞാനൊന്ന് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പകരം ഇളക്കലെങ്കിലും വേണമല്ലോ. നന്നായിട്ട് ഒന്ന് 3/4 ഭാഗം ഒന്ന് വേവാവണം, അല്ലെങ്കിൽ പിന്നെ കോഴി വേവാണ്ടിരിക്കും. അപ്പോഴേക്കും ഇവിടുത്തെ ആൾ കണ്ടില്ലേ, ഇവിടെ 3 പൂച്ചകളുണ്ട് കേട്ടോ. എന്താ ചൂട് അവർക്ക് കണ്ടു കിടക്കണം, ഓരോരോ രൂപത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. തലകുത്തിയിട്ട് മലന്നിട്ടൊക്കെ കിടക്കുന്നു ഇങ്ങനെ.
അരിയും കൂട്ടി ചിക്കൻ ഏകദേശം ഒരു വേവായി. അപ്പോൾ അരിയും കൂടി, അരി വേഗമാവേ, 10 മിനിറ്റ് തന്നെ വേണ്ട, അതിൻ്റെ മുമ്പേ ആവും. അപ്പം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. പാത്രം മാറ്റി, മറ്റേതിൽ കൊള്ളില്ല, ആദ്യം ഉണ്ടാക്കിയിരുന്നേൽ. അതാ കണ്ടോ എത്ര പെട്ടെന്നാ ആയി. അപ്പം ഇനി തട്ടിപ്പൊത്തി വെച്ചിരിക്കുകയാണ്. ഇത് ദമ്മൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ദമ്മൊന്നും ഇടാതെ തന്നെ ആവും ഇത്. അങ്ങനെയാണ് ദമ്മിട്ട് വെക്കാൻ വേണമെങ്കിൽ. ഇതിപ്പോൾ കഴിക്കാറായില്ലോ. എനിക്ക് ഇവിടെ പുറത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇപ്പുറത്ത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ശരിക്കും ദമ്മിട്ട് വെക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്താണ് കഴിക്കേണ്ട സമയമായി. പിന്നെ ഇതാ ഫ്രൂട്ട് സാലഡിനുള്ള നേന്ത്രപ്പഴം, മുന്തിരിങ്ങ, ആപ്പിള്, മാങ്ങ എല്ലാം നുറുക്കി റെഡിയാണ്. മറ്റേത് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള കസ്റ്റാർഡിൻ്റെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടു. ഇനി കുറച്ച് നേരം അത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഭക്ഷണത്തിനുള്ള സമയമാകുമ്പോൾ അതൊന്ന് കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലില്ലെങ്കിലും ഞാൻ കാണിച്ചിരുന്നില്ലേ, കണ്ടോ എല്ലാം എങ്ങനെയുണ്ടായിരുന്നു പറയണം കേട്ടോ. എല്ലാം റെഡിയാക്കിയിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ ഇതൊന്ന് കഴിക്കട്ടെ. പായസം, ഫ്രൂട്ട് സാലഡ് അതൊക്കെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിച്ചാൽ മതി. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. എന്നാൽ ശരി, ടാറ്റാ.